ആനിമൽ ഫാം ബൈ ജോർജ് ഓർവെൽ. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആനിമൽ ഫാമിൽ പറയുന്ന ഒരു കഥയാണ്. ഒരു ഫാം, ഓക്കെ, അതിലുള്ള മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളും, ആ ഫാമിലൊരു ഫാർമറുണ്ട്. ആ ഫാർമർ ഒരു ഹ്യൂമനാണ്. ആ ഹ്യൂമനാണ് ആ ആനിമൽസിനെയൊക്കെ നോക്കുന്നത്. ആ ഫാമിലുള്ള എല്ലാ ആനിമൽസും ആ ഹ്യൂമൻ ഫാർമറിന് എതിരെ പോകും, അവർ എതിരെ റിബൽ ചെയ്യും. അതെന്തിനാണ് അങ്ങനെ റിബൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈക്വൽ സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫെയർ ആൻഡ് ഈക്വൽ സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഹ്യൂമൻ ഫാർമറിനെതിരെ അവർ റിബല് ചെയ്തത്. അങ്ങനെ റിബല്യൻ നടന്നു. റിബല്യന് ശേഷം ആ ഫാമിലുള്ള രണ്ട് പന്നികൾ, അവരുടെ പേരാണ് നെപ്പോളിയൻ, രണ്ടാമത്തെ പന്നിയുടെ പേരാണ് സ്നോബോൾ. അവർ രണ്ടുപേരായി ആ ഫാം ലീഡ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ നെപ്പോളിയൻ സ്നോബോളിനെ നീക്കം ചെയ്യുകയും ആ ഫാമിന് കംപ്ലീറ്റ് കൺട്രോള് നെപ്പോളിയൻ്റെ കയ്യിലെത്തുകയും ചെയ്യുന്നു. അപ്പോൾ നെപ്പോളിയനാണ് ഇപ്പോൾ ആ ഫാം ഭരിക്കുന്നത്. അപ്പോൾ നെപ്പോളിയൻ ആ ഫാമിൻ്റെ ഭരണത്തിൽ വന്നതോടുകൂടി ആ ഫാമിലുള്ള പിഗ്സൊക്കെ അഴിമതി ചെയ്യാൻ തുടങ്ങി, അഴിമതിയിലായി മാറി. എന്നിട്ട് എല്ലാവരും ഒരു ലക്ഷറി ലൈഫ് ലിവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ മറ്റുള്ള മൃഗങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവർക്ക് സാലറി ആയിട്ട് വളരെ കുറച്ച് തുക കൊടുക്കുന്നുള്ളൂ. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു മറ്റുള്ള മൃഗങ്ങൾ, പക്ഷെ അവർക്ക് സാലറി ആയിട്ട് കുറച്ച് പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഫാമിലെ പന്നികൾ ആ ഫാമിലെ റൂൾസ് മൊത്തം മാറ്റുന്നു. എന്തിനാണ് മാറ്റുന്നത്? അവർക്ക് നല്ല രീതിയിൽ വരണ രീതിയിൽ ആ ഫാമിലെ റൂൾസ് മാറ്റുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ആക്ടിങ് ജസ്റ്റ് ലൈക്ക് ദ ഹ്യൂമൻസ് ദേ റീപ്ലേസ്ഡ്. ആരെയാണോ അവർ റീപ്ലേസ് ചെയ്ത് അവർ അധികാരത്തിൽ വന്നത്, ആ ഹ്യൂമൻസ് എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്തത് അതേപോലെ അവർ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിൻ്റെ അവസാനം എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം അവർ മനസ്സിലാക്കുന്നു ദേ ആർ നോ ബെറ്റർ ഓഫ് ദാൻ ബിഫോർ എന്നവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവിടുത്തെ പിഗ്സ് എന്ന് പറയുന്നത് അവർ മനുഷ്യരെ പോലെ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് അവരും ജീവിക്കുന്നു. ഈ സ്റ്റോറി ഷോസ് ഹൗ പവർ ക്യാൻ കറപ്റ്റ് ആൻഡ് ഹൗ ഗുഡ് ഇൻറ്റൻഷൻസ് ക്യാൻ ബി റൂയിൻഡ്. അതാണ് കാണിക്കുന്നത്.